ഹായ് ഹലോ മദർ യൂണിവേഴ്സിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിരിക്കുന്നു, ഹെൽത്തി ആയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എന്ത് ആഗ്രഹത്തോടു കൂടിയാണോ നിങ്ങൾ എൻ്റെ വീഡിയോ ഓപ്പൺ ചെയ്തിരിക്കുന്നത്? സ്വർഗ്ഗത്തിനും ഭൂമിക്കും നാഥനായ ദൈവം നിങ്ങളുടെ ആഗ്രഹം എല്ലാം സാധിച്ചു തന്നതിനാൽ ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു. ഓക്കെ, നമുക്ക് നോക്കാം എൻ്റെ വ്യൂസ് ഇപ്പോൾ നേരിടുന്ന കറണ്ട് സിറ്റുവേഷൻ എന്താണ് ഇപ്പോൾ നേരിടുന്ന കറണ്ട് സിറ്റുവേഷൻ. ഓക്കെ, ഇവിടെ വന്നിരിക്കുന്ന കാർഡ്സ് 1 3 4 3 13 4 7 11 2 ഇതാണ് ഇവിടെ വന്നിരിക്കുന്ന കാർഡ്സുകൾ. ഓക്കെ, അപ്പം ഇവിടെ ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്ന ഇമോഷനുമായി ബന്ധപ്പെട്ട് നിങ്ങളെ ബ്ലോക്ക് ചെയ്തത് കാരണം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അധികം ഇമോഷണൽ ബ്ലോക്കേജ് വന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, ഇത് നിങ്ങൾ ഇഷ്ടപ്പെട്ടിരുന്ന ചില കാര്യം നിങ്ങൾക്ക് ബ്ലോക്ക് ആയിരിക്കുന്നു എന്നുള്ള ഒരു എനർജി ഇവിടെ വന്നിരിക്കുന്നു. ജഗ്ലിംഗ് സിറ്റുവേഷനാണ്. നിങ്ങളുടെ മനസ്സ് ഏത് വേണം, ഏത് സെലക്ട് ചെയ്യണമെന്നറിയാതെ അല്ലെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാതെ നിങ്ങൾ വളരെ അധികം വേദനിക്കുന്നു എന്നുള്ള ഒരു എനർജി ഇവിടെ വന്നിരിക്കുന്നു. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ജസ്റ്റിസിന് വേണ്ടിയിട്ട് നിങ്ങൾ കാത്തിരിക്കുന്നു. ഓക്കെ, നിങ്ങൾക്ക് ഒരുപക്ഷെ നിങ്ങൾ ഒരുപാട് കെയർ ചെയ്ത് അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് എഫേർട്ട് ഇട്ടിരുന്ന ചില സ്ഥലങ്ങളുണ്ട്. അത് ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി സ്ഥലമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബ ജീവിതത്തിലായിരിക്കാം. നിങ്ങൾ ഒരുപാട് എഫേർട്ട് ഇട്ടിട്ടും നിങ്ങളെ അവർ ഇഗ്നോർ ചെയ്യുന്നതായിട്ടുള്ള ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങളെ ബ്ലോക്ക് ചെയ്യുന്നതായിട്ടുള്ള ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് വന്നിട്ടുണ്ട്. ചില തേർഡ് പാർട്ടികൾ കടന്നു വന്ന് നിങ്ങളെ ചില സാഹചര്യത്തിൽ നിങ്ങളെ പുറത്താക്കിയിട്ടുണ്ട്. ചില കോടതി കേസുകൾ നിങ്ങളുടെ ലൈഫിൽ വന്നിട്ടുണ്ട്. ചില സാമ്പത്തിക നഷ്ടങ്ങൾ നിങ്ങൾക്ക് സംഭവിച്ചതായി കാണുന്നു. ഓക്കെ, ഈ ഒരു സിറ്റുവേഷനിൽ കൂടിയാണ് നിങ്ങളിപ്പോൾ കടന്നു പോകുന്നതെങ്കിൽ ഇത് നിങ്ങളുടെ എനർജിയാണ്. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ ഏസ് ഓഫ് കപ്പിൻ്റെ എനർജി വന്നിരിക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ ഏസ് ഓഫ് കപ്പിൻ്റെ എനർജി വന്നിരിക്കുന്നത്? ഇമോഷണലുമായി ബന്ധപ്പെട്ട് എൻ്റെ വ്യൂസ് ഒരുപാട് ബേർഡൻ അനുഭവിക്കുന്നുണ്ട്. ഓക്കെ, അത് ജോലി സ്ഥലത്തായിരിക്കാം. ഇത്രയധികം ഭാരങ്ങൾ സഹിക്കാൻ കഴിയാതെ നിങ്ങൾ തന്നെ കരഞ്ഞു പോകുന്ന, വാവിട്ട്, ഇപ്പോൾ പുരുഷന്മാരാണെങ്കിൽ വാവിട്ട് കരയാറില്ല എങ്കിൽ പോലും നിങ്ങൾ പുരുഷന്മാർ പോലും വാവിട്ട് കരയുന്ന അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടാകുന്നുണ്ട്. ഒറ്റയ്ക്ക് ചില ഭാരങ്ങൾ ചുമന്ന് നടക്കുന്ന ഒരവസ്ഥകൾ നിങ്ങൾക്കുണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ സ്ത്രീകളാണെങ്കിലും ശരി തന്നെ, പുരുഷന്മാരാണെങ്കിലും ഇപ്പോൾ സഹിക്കുന്നതിലും അപ്പുറം ചില ഇമോഷനുകൾ നിങ്ങൾക്കുണ്ടാകുന്നുണ്ട് എന്നുള്ളത്. നിങ്ങളെ താങ്ങുവാനോ സഹായിക്കുവാനോ ആരുമില്ലാത്ത അവസ്ഥയിൽ കൂടി നിങ്ങൾ കടന്നു പോകുന്നു എന്നുള്ള ഒരു എനർജി ഇവിടെ വന്നിരിക്കുന്നു. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ ടെമ്പറൻസിന്റെ കാർഡ് വന്നിരിക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. നിങ്ങൾക്ക് ഏറ്റവും അധികാരത്തിലിരുന്ന, നിങ്ങളെല്ലാവരും ബഹുമാനിച്ച് നിങ്ങളാണ് എല്ലാം എന്ന് പറഞ്ഞ് ഉയർത്തിക്കൊണ്ടിരുന്ന ചില സ്ഥലങ്ങളിൽ നിന്നും നിങ്ങളെ ഇറക്കി വിട്ടിരിക്കുന്നു. അതൊരു വ്യക്തിയുടെ മനസ്സിൽ നിന്നായിരിക്കാം, അല്ലെങ്കിൽ ചില സ്ഥാപനങ്ങളിൽ നിന്നായിരിക്കാം, അല്ലെങ്കിൽ വീട്ടിൽ നിന്നായിരിക്കാം. ഓക്കെ, നിങ്ങളായിരുന്നു അവിടുത്തെ രാജാവും രാജ്ഞിയും എല്ലാം നിങ്ങൾ തന്നെ ആയിരുന്നു. നിങ്ങളിലായിരുന്നു അധികാരങ്ങൾ ഉണ്ടായിരുന്നത്. ഓക്കെ, ഇവിടെ നോക്കിയാൽ മനസ്സിലാകും ഈ ഒരു വ്യക്തിയുടെ കയ്യിലാണ് ഈ ഒരു അധികാരത്തിൻ്റെ ദണ്ടിരിക്കുന്നത്. ഈ വ്യക്തിയാണ് ഈ മൊത്തം കാര്യങ്ങളിലേക്ക് ഗ്രോത്ത് കൊണ്ടുവന്നത്. ഓക്കെ, സമാധാനവും സന്തോഷവും എല്ലാം ഒഴുകിക്കൊണ്ടിരുന്ന ഒരു സ്ഥലത്ത് നിന്നും നിങ്ങൾക്ക് ഇറങ്ങിപ്പോകേണ്ടതായിട്ട് വന്നു. ഒരുപാട് വ്യക്തികൾ നിങ്ങൾ സ്നേഹിക്കുകയും ആരാധിക്കുകയും ചെയ്തിരുന്ന ഒരു ഇരിപ്പിടത്തിൽ നിന്നും നിങ്ങൾക്ക് ഇറങ്ങിപ്പോകേണ്ടതായിട്ട് വന്നു. നിങ്ങൾക്ക് ചില റിലേഷൻഷിപ്പിൽ നിന്നും നിങ്ങൾക്ക് ഇറങ്ങിപ്പോകേണ്ടതായിട്ട് വന്നു. അത് നിങ്ങൾ വെറുതെ ഇറങ്ങിപ്പോയതല്ല, നിങ്ങളൊരു രോഗിയായി നിങ്ങൾക്ക് ഇറങ്ങിപ്പോരേണ്ടതായി വന്നിരിക്കുന്നു. സർവ്വതും നഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് സർവ്വതും മാനസികമായും ശാരീരികമായും ചില കാര്യങ്ങൾ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു. വളരെ ദുഃഖത്തോടു കൂടി, വളരെ ബ്രൈറ്റ് ആയിരുന്ന ഒരു ഇരിപ്പിടത്തിൽ നിന്നും ഒരു ഡാർക്ക് സംഭവിച്ച്, ഓക്കെ, കീടങ്ങൾ ഇവിടെ നോക്കിയാൽ മനസ്സിലാവും കീടാണുക്കളാണ്. അപ്പോൾ കീടാണുക്കൾ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ഡബിൾ എനർജിയിൽ മറ്റുള്ളവരെല്ലാം നിങ്ങളെ അശുദ്ധമായി കാണുന്ന രീതിയിൽ, മറ്റുള്ളവർ വെറുക്കുന്ന രീതിയിൽ നിങ്ങളെ പുറത്താക്കിയിരിക്കുന്ന ഒരു എനർജിയിൽ കൂടി എൻ്റെ വ്യൂസ് ചില വ്യക്തികളെങ്കിലും കടന്നു പോകുന്നതായി കാണുന്നു. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. അത്രത്തോളം വേദനിക്കുന്ന ആർക്കോ വേണ്ടിയിട്ടാണ് യൂണിവേഴ്സ് ഈ ഒരു റീഡിങ് ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. നിങ്ങളോട് യൂണിവേഴ്സിന് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്ന് ഉള്ളത് കൊണ്ട് തന്നെയാണ് ഈ വീഡിയോ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ 4 ഓഫ് പെന്റിക്കിളിൻ്റെ എനർജി വന്നിരിക്കുന്നത്?
ചീറ്റിംഗ് ആണ്. നിങ്ങളെ ചില കാര്യങ്ങൾ സാമ്പത്തികമായി ചതിച്ചിരിക്കുന്നു. ചില മെറ്റീരിയലിസ്റ്റിക് ആയിട്ട് ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ മനസ്സിനെ ചതിച്ചിരിക്കുന്നതായി കാണുന്നു. അവർക്ക് ചിലപ്പോൾ സാമ്പത്തികമായിരിക്കാം ലക്ഷ്യം, അല്ലെങ്കിൽ അവർക്ക് നിങ്ങളുടെ പ്രോപ്പർട്ടിയിലായിരിക്കാം ലക്ഷ്യം. അത് കാരണം ചില വ്യക്തികൾ നിങ്ങളെ മാനസികമായി ചതിച്ചിരിക്കുന്നു, പറഞ്ഞു പറ്റിച്ചിരിക്കുന്നു, തെറ്റായ ഉപദേശങ്ങൾ നിങ്ങൾക്ക് തന്നു നിങ്ങളെ കുഴിയിലാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങൾക്ക് സാമ്പത്തിക നഷ്ടം വന്നിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ജോലി വാഗ്ദാനം ചെയ്തിട്ട് നിങ്ങളെ പുറം രാജ്യങ്ങളിൽ കൊണ്ടുപോയിട്ട് അവിടെ നിങ്ങൾ വളരെയധികം വേദന അനുഭവിക്കുന്ന ഒരു സിറ്റുവേഷൻ നിങ്ങൾക്കുണ്ടായിരിക്കാം. അല്ലെങ്കിൽ കൃത്യസമയത്ത് പണം നൽകാമെന്ന് പറഞ്ഞിട്ട് സമയത്ത് നൽകാതെ നിങ്ങളെ വളരെ വേദനിപ്പിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കിയിരിക്കുന്ന ഒരവസ്ഥ ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങളെ പല സ്ഥലങ്ങളിലും ബ്ലോക്ക് ചെയ്യുകയാണ്. നിങ്ങളുടെ കൂടെ നിന്നവർ ചില പ്ലാനുകൾക്ക് വേണ്ടിയിട്ട് അവരെ കൂടെ നിങ്ങളുടെ സുഹൃത്തുക്കളോടായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കളോടായിരിക്കും, നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന വ്യക്തിയോടുകൂടി നിങ്ങൾ ചില കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് അവരുടെ ജീവിതത്തിൽ ചില സെലിബ്രേഷനുകൾ കൊണ്ടുവന്നിട്ടുള്ള വ്യക്തിയായിരിക്കും. അവരുടെ ജീവിതത്തിൽ വളരെ വളരെ സന്തോഷങ്ങളും അനുഗ്രഹങ്ങളും നിങ്ങൾ കാരണം വന്നിട്ടുള്ള സ്ഥലമായിരിക്കാം. ഓക്കെ, അത് കുടുംബജീവിതത്തിലായിരിക്കാം, നിങ്ങളുടെ ഓഫീസിലായിരിക്കാം, നിങ്ങളുടെ പാർട്ട്ണറോടൊപ്പം ആയിരിക്കാം. നിങ്ങൾ കൂടെ നിന്ന് അവരുടെ കൂടെ നിന്നിട്ടും അവരുടെ വളർച്ചയ്ക്ക് വേണ്ടി കൂടെ നിന്നിട്ടുണ്ടെങ്കിലും അവർ അതിന് ശേഷം അവരുടെ ജീവിതത്തിൽ ഒരു സക്സസ് കണ്ടതിന് ശേഷം അവർ നിങ്ങളെ ബ്ലോക്ക് ആക്കിയിരിക്കുന്നു. തേർഡ് പാർട്ടിയുടെ ഉപദേശപ്രകാരം നിങ്ങളെ പുറത്താക്കിയിരിക്കുന്നതായി കാണുന്നു. ഓക്കെ, പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. ക്യൂൻ ഓഫ് വാണ്ടിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ ക്യൂൻ ഓഫ് വാണ്ടിൻ്റെ എനർജി വന്നിരിക്കുന്നത്? ഇവിടെ ചില ക്ലാരിറ്റി നിങ്ങൾക്ക് ലഭിക്കുന്നില്ല. നിങ്ങളിപ്പോൾ ജോലി ചെയ്യുന്ന സ്ഥലത്താണെങ്കിലും ശരി തന്നെ, നിങ്ങളുടെ കുടുംബ ജീവിതത്തിലാണെങ്കിലും നിങ്ങളുടെ റിലേഷൻഷിപ്പിലാണെങ്കിലും ശരി തന്നെ, നിങ്ങൾക്ക് ചില കാര്യങ്ങൾക്ക് ഇപ്പോഴും അവ്യക്തതയാണ്. ചില കാര്യങ്ങൾ നിങ്ങൾക്ക് നിഗൂഢമായി തന്നെയാണ് ഇരിക്കുന്നത്, ക്ലാരിറ്റി ലഭിക്കുന്നില്ല. എന്നാൽ നിങ്ങളുടെ ഈ മാനസിക അവസ്ഥയിൽ ചില തേർഡ് പാർട്ടികൾ നിങ്ങളെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്, ചിലപ്പോൾ നിങ്ങളെ പറ്റിക്കുന്നുണ്ട്. ചില വ്യക്തികൾ നിങ്ങളിങ്ങനെ തകർന്നിരിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് അങ്ങനെ ചെയ്താൽ ശരിയാകും, ഇങ്ങനെ ചെയ്താൽ ശരിയാകും, നിങ്ങൾ ഇത്ര രൂപ അവിടെ ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ അവർ മുതലാക്കുന്നു, നിങ്ങളുടെ ഇമോഷനെ അവർ മുതലാക്കുന്നതായി കാണുന്നു. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അല്ലെങ്കിൽ തേർഡ് പാർട്ടികൾ നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വന്ന് നിങ്ങളെ ഉപദേശിച്ച് നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നുകൂടി നിങ്ങളുടെ പേഴ്സൻ്റെയോ അല്ലെങ്കിൽ നിങ്ങളുടെ ജോലിയിലോ അവർ ചില കാര്യങ്ങൾ കൈയടക്കി വെക്കുന്നതായി കാണുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇതിലൊന്നും ഒരു ക്ലാരിറ്റിയും ലഭിക്കുന്നില്ല. നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് പോലും നിങ്ങൾക്ക് അറിയാൻ വയ്യാത്ത ഒരു സിറ്റുവേഷനിൽ കൂടി നിങ്ങൾ ചില വ്യക്തികളെങ്കിലും കടന്നു പോകുന്നുണ്ട്. ഓക്കെ, പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. ഇവിടെ 3 ഓഫ് സോഡിൻ്റെ എനർജി വന്നിരിക്കുന്നു. പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. നിങ്ങൾ ഹൃദയം തകർന്നിരിക്കുന്ന അവസ്ഥയിൽ കൂടിയാണ് കടന്നു പോകുന്നത്. ചില വ്യക്തികൾ മനഃപൂർവ്വമായി നിങ്ങളെ വേദനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളിലേക്ക് കടന്നു വന്നിരിക്കുന്നു. ഓക്കെ, പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. അത് കുടുംബ ജീവിതത്തിൽ നിന്നായിരിക്കാം. ഓക്കെ, വിവാഹം കഴിച്ച ചില വ്യക്തികളെ ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിരിക്കാം. നിങ്ങളുടെ ഇടയിലേക്ക് ചില തേർഡ് പാർട്ടികൾ കടന്നു കയറി നിങ്ങളുടെ ഹൃദയത്തെ തകർത്തിരിക്കുന്നതായി കാണുന്നുണ്ട്. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. ഇവിടെ ജസ്റ്റിസിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ചില കോടതി കേസുകളായിരിക്കാം നിങ്ങളുടെ ഇടയിൽ നടക്കുന്നത്. അപ്പം നിങ്ങൾ ഡിവോഴ്സ് കേസുകളും മറ്റു കാര്യങ്ങളും നടക്കുന്നുണ്ട്. ജസ്റ്റിസ് ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യാത്ത തെറ്റുകൾക്ക് നിങ്ങളെ ശിക്ഷിച്ചിരിക്കുന്നതായി കാണുന്നു. അത് ജോലി സ്ഥലത്തായിരിക്കാം, നിങ്ങളുടെ റിലേഷൻഷിപ്പിലായിരിക്കാം. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ചെയ്യാത്ത കുറ്റങ്ങൾ ചുമത്തി നിങ്ങളെ ഉപേക്ഷിക്കുന്നതായിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ കൂടി കടന്നു പോകുന്നു. നിങ്ങളെ മനസ്സിലാക്കുന്നില്ല, നിങ്ങളുടെ സ്നേഹത്തെ മനസ്സിലാക്കുന്നില്ല. നിങ്ങൾ പറയുന്ന അല്ലെങ്കിൽ നിങ്ങൾ ഇട്ടിട്ടുള്ള എഫേർട്ട്, നിങ്ങൾ സത്യസന്ധമായി ചെയ്തിട്ടുള്ള എഫേർട്ടിനെ മനസ്സിലാക്കാതെ നിങ്ങളെ എല്ലാവരും കൂടി ചേർന്ന് നിങ്ങളെ കെട്ടി നിർത്തിയിരിക്കുന്ന ഒരു അവസ്ഥയിൽ കൂടി കടന്നു പോകുന്നു. മാനസികമായി നിങ്ങളെ തകർത്ത് നിർത്തിയിരിക്കുന്ന ഒരു അവസ്ഥയിൽ കൂടി കടന്നു പോകുന്നു. നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. ഓക്കെ, ഈ ഒരു അവസ്ഥയിൽ നിങ്ങൾ ദൈവത്തോട് നിലവിളിക്കുകയാണ്. നിങ്ങൾക്ക് ജസ്റ്റിസ് വേണമെന്ന് പറയുന്ന ഒരവസ്ഥയിൽ കൂടി കടന്നു പോകുന്നുണ്ട്. ഓക്കെ, ഇവിടെ കൂടുതലും നിങ്ങളുടെ മാനസിക അവസ്ഥയാണ് തകർന്നു നിൽക്കുന്നത്. നിങ്ങൾക്ക് സമാധാനം ലഭിക്കണം, അതിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ജസ്റ്റിസിന് വേണ്ടിയിട്ട് നിങ്ങൾ നിൽക്കുന്ന ഒരവസ്ഥയാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. നിങ്ങൾ ജഗ്ലിംഗ് സിറ്റുവേഷനാണ് ഇവിടെ നിലവിലുള്ളത്. ഓക്കെ, ഈ ഒരു സിറ്റുവേഷനിൽ കൂടിയാണ് നിങ്ങൾ കടന്നു പോകുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം എൻ്റെ വ്യൂസിന് ഇതിലൊരു മാറ്റം ഉണ്ടാകുമോ? പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. ഇവിടെ വന്നിരിക്കുന്നത് ഏസ് ഓഫ് വാണ്ടിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. 9 ഓഫ് സോഡിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മാറ്റം ഉണ്ടാകുന്ന ഒരു എനർജി തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഹാങ്ഡ് മാൻ ആണ് വന്നിരിക്കുന്നത്. നിങ്ങളിലേക്ക് യൂണിവേഴ്സിൻ്റെ ഒരു മാറ്റം കടന്നു വരുന്നു. ഓക്കെ, ഗ്രോത്തിൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും 8 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം കടന്നു വരുന്നു എന്നുള്ളതാണ്. വിശ്വസിക്കുന്നവർക്ക് ഇത് ഏറ്റെടുക്കാം. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അത്ഭുത മാറ്റം സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്.
ദ വേൾഡിൻ്റെ കാർഡ് വന്നിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇവിടെ ദ വേൾഡിൻ്റെ കാർഡ് വന്നിരിക്കുന്നത്? യൂണിവേഴ്സിൻ്റെ പ്രൊട്ടക്ഷനിലാണ് നിങ്ങൾ ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഒരു ഡെവിളിനും നിങ്ങളെ തൊടുവാൻ സാധിക്കുകയില്ല. തേർഡ് പാർട്ടികൾ നിങ്ങൾക്കെതിരായിട്ട് പല പ്ലാനുകളും ചെയ്യുന്നുണ്ട്, ചർച്ച ചെയ്യുന്നുണ്ട്. എന്നാൽ യൂണിവേഴ്സിൻ്റെ കൈകളിലാണ് നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത്. ഒരിക്കലും നിങ്ങളെ തകർക്കുവാൻ സാധിക്കുകയില്ല. കാരണം ഇവിടെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് യൂണിവേഴ്സാണ്. യൂണിവേഴ്സിൻ്റെ പ്രൊട്ടക്ഷനിലുള്ളതിനാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും ബാലൻസിങ്ങിലേക്ക് വരും. നിങ്ങൾ ധൈര്യത്തോടു കൂടി മുന്നോട്ട് പോകുക. നിങ്ങളുടെ മാനസിക ധൈര്യം വിട്ടുകളയാതിരിക്കുക. യൂണിവേഴ്സിൻ്റെ കൈകളിലാണ് നിങ്ങൾ ഉള്ളതെന്ന് യൂണിവേഴ്സ് പറയുന്നു. ഓക്കെ, പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. ഇവിടെ 6 ഓഫ് കപ്പിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇവിടെ 6 ഓഫ് കപ്പ് വന്നിരിക്കുന്നത്? നിങ്ങളിൽ ഉണ്ടാകുന്ന ബ്ലോക്കേജുകളെല്ലാം മാറുന്നു. നിങ്ങളെ സ്നേഹിക്കുന്ന വ്യക്തികൾ നിങ്ങളെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ബ്ലോക്ക് നിങ്ങൾക്ക് ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ നിമിഷം തന്നെ മാറുന്ന എനർജിയാണ് ഇവിടെ കാണുന്നത്. അത്രയധികം നിങ്ങളെ അവർ സ്നേഹിക്കുന്നതായി കാണുന്നു. അവർ നിങ്ങളിലേക്ക് അട്രാക്റ്റ് ആകുന്നു. കാരണം യൂണിവേഴ്സ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയതോടുകൂടി നിങ്ങളിലുള്ള അന്ധകാരങ്ങളെല്ലാം മാറുന്നു. യൂണിവേഴ്സ് നിങ്ങളുടെ പേഴ്സണെ നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്യിപ്പിക്കുന്നു. നിങ്ങൾക്ക് എവിടെ നിന്നെങ്കിലും ഓഫർ ലെറ്റർ വരാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് ഇത്രയും നാളായിട്ട് ബ്ലോക്കായി കിടക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഓപ്പൺ ആകുന്നു എന്നുള്ളതാണ്. ഇതുവരെയും നിങ്ങൾക്ക് തടസ്സമായി നിന്ന എന്ത് കാര്യമാണോ, ബാങ്കിൻ്റെ കാര്യമാണെങ്കിലും ശരി തന്നെ, നിങ്ങളുടെ വസ്തു വിൽക്കുന്നതിൻ്റെ കാര്യമാണെങ്കിലും ശരി തന്നെ, എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾക്കത് ഓപ്പൺ ആകുകയാണ്. ഓക്കെ, ബ്ലോക്കായി കിടന്ന പല കാര്യങ്ങളും നിങ്ങൾക്കിവിടെ ഓപ്പൺ ആകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. ക്യൂൻ ഓഫ് കപ്പിൻ്റെ എനർജി വന്നിരിക്കുന്നു. ഇവിടെ ചില കുടുംബ ബന്ധങ്ങളിൽ ഇമോഷണൽ ആയിട്ടുള്ള ചില കാര്യങ്ങൾ ബന്ധിച്ച് നിർത്തിയിരിക്കുന്നതായി കാണുന്നു. ചില ബ്ലാക്ക് എനർജികൾ കാരണം ഹസ്ബൻഡ് ആൻഡ് വൈഫ് തങ്ങളിലുള്ള റിലേഷൻഷിപ്പിനെ ഇവിടെ ബന്ധിച്ച് നിർത്തിയിരിക്കുന്നതായിട്ട്, ആ ഒരു ഇമോഷൻ്റെ കപ്പിനെ തുറക്കപ്പെടാതെ അടച്ചു വെച്ചിരിക്കുന്നതായിട്ടുള്ള ഒരു എനർജി ഇവിടെ കാണുന്നു. അതിന് കാരണം ഇവിടെ ഒരു ബ്ലാക്ക് എനർജിയാണ്. ആ ഒരു ബ്ലാക്ക് എനർജി കാരണമാണ് ഇവിടെ ഹസ്ബൻഡ് ആൻഡ് വൈഫ്, കുട്ടികളെല്ലാം ഇൻക്ലൂഡ് ആയിട്ടുള്ള ചില റിലേഷൻഷിപ്പിൽ ചില ബ്ലോക്കേജുകൾ ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്രാർത്ഥനയോടുകൂടി ഇരിക്കുക. നിങ്ങൾ ഈ ഒരു ബ്ലോക്കേജ് പുറത്ത് ഈ ബ്ലോക്ക് മാറി വരുന്നതിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. യൂണിവേഴ്സ് ഇതുവരെയും തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇതിൻ്റെ ഇടയിൽ കളിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ നിന്നെല്ലാം യൂണിവേഴ്സ് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പോകുന്നു. ഇവിടെ വന്നിരിക്കുന്നു ബ്ലാക്ക് എനർജി. ഓക്കെ, ഡെവിളിൻ്റെ എനർജി വന്നിരിക്കുന്നു. ഹസ്ബൻഡ് ആൻഡ് വൈഫിൻ്റെ ഇടയിൽ ഡെവിൾ എനർജി പ്രവർത്തിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഡിപ്രഷൻ വന്നിരിക്കുന്നത്. ഓക്കെ, ഈ ബ്ലാക്ക് എനർജിയിൽ നിന്ന് നിങ്ങൾക്ക് പുറത്ത് വരേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ നല്ല രീതിയിൽ പ്രാർത്ഥിക്കേണ്ടത് അവസ്ഥ ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, ഇവിടെ 6 നമ്പറാണ് വന്നിരിക്കുന്നത്. വീനസിൻ്റെ റെമഡി നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. വീനസിൻ്റെ റെമഡി ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ഒരു ബന്ധനത്തിൽ നിന്നും നിങ്ങൾക്ക് പുറത്തു വരാൻ സാധിക്കും എന്നുള്ളതാണ്. ഇവിടെ 3 എന്നുള്ള നമ്പർ വന്നിട്ടുണ്ട്. തേർഡ് പാർട്ടിയാണ് നിങ്ങളുടെ ഇടയിൽ ഈ ഒരു ഡബിൾ എനർജിയെ കൊണ്ടുവന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇതിൽ നിന്നും പുറത്തു വരേണ്ടതായിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. ഇവിടെ ലവേഴ്സിൻ്റെ കാർഡ് വന്നിരിക്കുന്നു. പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. നിങ്ങളുടെ പ്രണയം നിങ്ങളിലേക്ക് വന്നു ചേരാൻ പോകുന്നു എന്നുള്ളതാണ്. ഓക്കെ, പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. നിങ്ങൾ ആരെങ്കിലും ഒരുപാട് സ്നേഹിക്കുന്നെങ്കിൽ, ആത്മാർത്ഥമായി നിങ്ങൾ ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ സ്നേഹം സത്യമാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വിട്ടുപോയ വ്യക്തികൾ നിങ്ങളിലേക്ക് തന്നെ തിരികെ വരും. നിങ്ങൾ ഈ ഒരു ഡിപ്രഷനിൽ നിന്നും പുറത്ത് വരിക എന്നുള്ളതാണ്. നിങ്ങൾ ഇനിയും കരഞ്ഞുകൊണ്ടിരുന്നാൽ അവർ വരുന്നത് വീണ്ടും താമസിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ കരച്ചിൽ അവസാനിപ്പിക്കുക. ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് നിങ്ങൾ മൂവ് ഓൺ ചെയ്യുക എന്ന് യൂണിവേഴ്സ് പറയുന്നു. നിങ്ങൾ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന വ്യക്തി തീർച്ചയായിട്ടും നിങ്ങളിൽ തന്നെ വരും. പക്ഷേ നിങ്ങൾ ഈ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് നിങ്ങൾ മൂവ് ഓൺ ചെയ്തെങ്കിൽ മാത്രമേ അവർ നിങ്ങളിലേക്ക് കടന്നു വരികയുള്ളൂ എന്ന് യൂണിവേഴ്സ് പറയുന്നു. എന്തുകൊണ്ടാണ് ഇവിടെ കിങ് ഓഫ് പെന്റിക്കിളിൻ്റെ എനർജി വന്നിരിക്കുന്നത്? പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ കിങ് ഓഫ് പെന്റിക്കിളിൻ്റെ എനർജി വന്നിരിക്കുന്നത്? ഹാപ്പി ഫാമിലിയാണ് വന്നിരിക്കുന്നത്. യൂണിവേഴ്സിൻ്റെ അനുഗ്രഹം നിങ്ങളിലേക്ക് വന്നിരിക്കുന്നു. ഡബിൾ എനർജി നിങ്ങളെ വിട്ടു പോകുന്നു എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങളിലേക്ക് നിങ്ങൾ പ്രാർത്ഥനയോടുകൂടി ഇരിക്കുക, നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക. ഒരുപാട് ബേർഡൻ അനുഭവിച്ചിരുന്ന അല്ലെങ്കിൽ ഒരുപാട് നാളായിട്ട് നിങ്ങൾ വിഷമിച്ചിരുന്ന ചില സിറ്റുവേഷൻ നിങ്ങളെ വിട്ടു പോകുന്നു. നിങ്ങളിലേക്ക് സന്തോഷം വന്നു ചേരുന്നു. ചില ജോലി സംബന്ധമായിട്ട് നിങ്ങൾ ജോലി സ്ഥലങ്ങളിൽ നിങ്ങൾ ഒരുപാട് ബേർഡൻ അനുഭവിച്ച് ഇതുപോലെ നിങ്ങൾക്ക് സഹിക്കാൻ വയ്യാത്ത സാമ്പത്തിക പ്രശ്നം നിങ്ങൾ ജോലി സ്ഥലത്തുണ്ടായിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി ബാങ്കിലാണെങ്കിൽ ആ ബാങ്ക് സംബന്ധമായിട്ട് ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ട് നിങ്ങൾക്കുണ്ടായിട്ടുണ്ടെങ്കിൽ, ഇതുപോലെ നിങ്ങൾ ഭാരങ്ങൾ ചുമന്നിരുന്ന ഒരു സിറ്റുവേഷൻ നിങ്ങൾക്കുണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്കൊരു സന്തോഷം വരികയാണ്. നിങ്ങളുടെ ഫാമിലിയുടെ പ്രാർത്ഥന കാരണം നിങ്ങൾക്ക് സന്തോഷം വരുന്നു എന്നുള്ളതാണ്. കുടുംബവുമായി സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നു എന്നുള്ള ഒരു എനർജി വരുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ പാരൻസോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വ്യക്തികൾ സാമ്പത്തികമായി ഒരുപാട് ബേർഡനിൽ കൂടി കടന്നു പോകുന്നു എങ്കിൽ അതിൽ നിന്നെല്ലാം നിങ്ങൾക്ക് അവരെ രക്ഷിക്കുവാൻ സാധിക്കുന്ന ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്.
ഏസ് ഓഫ് വാണ്ടിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. ഒരു ഗ്രോത്ത് ആണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ വളർച്ചയിൽ യൂണിവേഴ്സ് നിങ്ങളോടൊപ്പം കൂടെ ഉണ്ട്. ഓക്കെ, ഒരിക്കലും നിങ്ങളെ തളർന്നു പോകുവാൻ അനുവദിക്കില്ല എന്നുള്ളതാണ്. യൂണിവേഴ്സ് പറയുന്നു നിങ്ങൾക്ക് ഹീലിംഗ് സംഭവിക്കണം. നിങ്ങൾക്ക് ഒരുപാട് മുറിവുകൾ സംഭവിച്ചിട്ടുണ്ട്. ചില കാര്യങ്ങൾ, ചില കർമ്മയിൽ കൂടി കടന്നു വന്ന സമയത്ത് ഒരുപാട് മുറിവുകൾ സംഭവിച്ചിട്ടുണ്ട്. ചില വ്യക്തികൾ ചതിച്ചിട്ടുണ്ട്. ആ ചതിയിൽ നിന്നും എഴുന്നേറ്റ് വരുന്ന വ്യക്തിക്ക് ഒരുപാട് മുറിവുകൾ ഇനിയും ഉണങ്ങാൻ ബാക്കിയുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഹീൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ ചില കാര്യങ്ങൾ വിട്ടുകളയേണ്ടതായിട്ടുണ്ട്. ആ മുറിവിനെ ഉണക്കുന്നത് വിശ്വാസത്തിൽ കൂടിയാണ്, നിങ്ങളുടെ കോൺഫിഡൻസോട് കൂടിയാണ്. ആ മുറിവിൻ്റെ മരുന്ന് എന്ന് പറയുന്നത് കോൺഫിഡൻസ് ആണ്. നിങ്ങളെ ചില വ്യക്തികൾ ചതിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ തിരിച്ചു പോയി ചതിയല്ല ചെയ്യേണ്ടത്, അവരുടെ മുമ്പിൽ വിജയിച്ച് കാണിക്കുക എന്നുള്ള ഒരു കോൺഫിഡൻസ് ആണ് നിങ്ങളുടെ ഹീലിംഗ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ യൂണിവേഴ്സ് പറയുന്നു നിങ്ങൾ ഹീലിംഗ് ആകുക, നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കും, നിങ്ങളെ തോൽപ്പിച്ചവരുടെ മുമ്പിൽ നിങ്ങൾക്ക് ഗ്രോത്ത് ഉണ്ടാകുമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഓക്കെ, ഈ ഒരു എനർജിയാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ അനുഭവിക്കുന്ന ഏത് സിറ്റുവേഷൻ ആണോ അതിൽ നിന്നും യൂണിവേഴ്സ് നിങ്ങളെ പുറത്ത് കൊണ്ടുവരും. ഓക്കെ, നിങ്ങൾ അപമാനിച്ചവരുടെ മുന്നിൽ നിങ്ങളെ ഉയർത്തി നിലനിർത്തും എന്നാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത്. നമുക്ക് പ്രപഞ്ചശക്തി നൽകുന്ന മെസ്സേജ് കൂടി എടുക്കാം. പ്രപഞ്ചശക്തി നൽകുന്ന മെസ്സേജ് എന്താണ്? താങ്ക് യു യൂണിവേഴ്സ്. ഇത് ഞാൻ പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് നൽകുന്ന മെസ്സേജ് എന്ന് പറയുന്നത് ഈ ഒരു മൃഗങ്ങളെയും പോലെ നിങ്ങളായിത്തീരുക എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങളുടെ ശക്തിയെ തിരിച്ചറിയുക എന്നാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾ സ്പിരിച്വലായിട്ട് തന്നെ നിങ്ങൾക്ക് ഇന്നർ വോയിസ് യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകും. അപ്പോൾ ആ ഒരു സ്പിരിച്വൽ വോയിസ് നിങ്ങൾ കേൾക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? നിങ്ങൾ ഒരുപാട് കലങ്ങിയ മനസ്സോട് കൂടി ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് യൂണിവേഴ്സിൻ്റെ ആ ഒരു ശബ്ദം നിങ്ങൾക്ക് കേൾക്കുവാൻ സാധിക്കില്ല. നിങ്ങളോട് സംസാരിക്കുന്നത്, നിങ്ങളുടെ ആത്മാവ് നിങ്ങളോട് സംസാരിക്കുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്ന ആ ഒരു സിറ്റുവേഷൻ നിന്ന് മൂവ് ഓൺ ചെയ്യുക. ഓക്കെ, നിങ്ങൾ ഉയരത്തിൽ പറക്കുന്ന വ്യക്തികളായിരിക്കണം. നിങ്ങൾ മറ്റുള്ള വ്യക്തികളിലല്ല, മറ്റുള്ളവരുടെ സ്നേഹത്തിലല്ല നമ്മൾ ആശ്രയിക്കേണ്ടത് സ്വന്തം കഴിവുകളിലാണ്, സ്വന്തം ആരോഗ്യത്തിൽ നമ്മൾ ആശ്രയിക്കുക. എനിക്ക് ആരോഗ്യമുണ്ട്, അതുകൊണ്ട് ഒരിക്കലും ആർക്കും എന്നെ തളർത്തുവാനോ തകർക്കുവാനോ സാധിക്കുകയില്ല എന്ന് നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുക. നിങ്ങൾക്ക് വ്യക്തിത്വമുള്ള ഒരു വ്യക്തിയായിരിക്കണം. നിങ്ങൾ പലപ്പോഴും നിങ്ങളുടെ വ്യക്തിത്വത്തെ നശിപ്പിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ അടിമയായിട്ട് അല്ലെങ്കിൽ അവരുടെ പിറകെ കരഞ്ഞു പോകുന്ന ഒരു വ്യക്തിയാകരുത്. എവിടെയാണോ നിങ്ങൾ തോറ്റുപോയത് അവിടെ നിന്നുകൊണ്ട് നിങ്ങൾക്ക് ഉറക്കെ പറയാൻ കഴിയണം, ഞാൻ ഉയർത്തെഴുന്നേൽക്കും, ഞാൻ വിജയിച്ച് തന്നെ നിങ്ങളുടെ മുന്നിൽ തിരിച്ചെത്തുമെന്നുള്ള കോൺഫിഡൻസോട് കൂടി, ധൈര്യത്തോടു കൂടി പറയാൻ നിങ്ങൾക്ക് കഴിയണമെന്ന് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നുണ്ട്. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. ഓക്കെ, യൂണിവേഴ്സ് ഒരുപാട് നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. പുതിയ സൃഷ്ടിയാക്കി മാറ്റുവാൻ, അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്നതിലല്ല, വീണ്ടും നിങ്ങളിലേക്ക് ചില കാര്യങ്ങൾ സൃഷ്ടിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളെ ഏറ്റവും ബെറ്ററാക്കി മാറ്റുവാൻ ആഗ്രഹിക്കുന്നു. കുശവൻ്റെ കയ്യിലിരിക്കുന്ന ഒരു മൺപാത്രത്തെ പോലെ അതിനെ ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിൽ ഏതെങ്കിലും ഒരു മൺപാത്രത്തിൻ്റെ ഒരു ഭാഗം ഉടഞ്ഞു പോയി എന്ന് വിചാരിച്ച് അത് നശിച്ചു പോകുന്നില്ല, അതിനെ എടുത്ത് മാറ്റുന്നില്ല, അതിനെ വീണ്ടും ഉടച്ചു പൊടിച്ച് വീണ്ടും അതുപോലെ തന്നെ ഏറ്റവും മനോഹരമാക്കി അത് വീണ്ടും ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. കാര്യങ്ങൾ ഉണ്ടായി വരുന്നതിന് വേണ്ടിയിട്ട്, നിങ്ങൾ ഏറ്റവും മനോഹരമായി ശോഭിക്കുന്നതിന് വേണ്ടിയിട്ട്, നിങ്ങൾ മറ്റുള്ളവർക്ക് സുഗന്ധം നൽകുന്നതിന് വേണ്ടിയിട്ട്, മറ്റുള്ളവർക്ക് ഉപയോഗമായി തീരുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. നിങ്ങൾ പ്രകാശമായി തീരുമെന്ന് തന്നെയാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. ഇവിടെ യൂണിവേഴ്സ് നിങ്ങൾക്കൊരു പുതിയ വഴി തുറക്കുകയാണ്. ഇതുവരെയും നിങ്ങൾ കണ്ടിട്ടില്ലാത്ത അനുഗ്രഹത്തിൻ്റെ ഒരു വഴി യൂണിവേഴ്സ് നിങ്ങൾക്ക് വേണ്ടി തുറക്കുന്നുണ്ട്. അതാണ് നിങ്ങൾ ഇത്രയും നാൾ ആ ഒരു എക്സാം എഴുതുകയായിരുന്നു, നിങ്ങളെ പഠിപ്പിക്കുകയായിരുന്നു. ഇനിയുള്ള വഴി നിങ്ങൾ എങ്ങനെ സഞ്ചരിക്കണമെന്ന് നിങ്ങളെ പഠിപ്പിച്ചുകൊണ്ട് നിങ്ങൾ ഈ റീഡിംഗ് എപ്പോഴാണോ കേൾക്കുന്നത്, നിങ്ങൾക്ക് ആ ഒരു സമയം മുതൽ നിങ്ങളുടെ പുതിയ വഴി ഓപ്പൺ ആകുകയാണ്. വിശ്വസിച്ചാൽ മഹത്വം കാണാം. താങ്ക് യു യൂണിവേഴ്സ്. ഓക്കെ, താങ്ക് യു. എൻ്റെ കയ്യിൽ ഒരുപാട് കാർഡ്സ് ഉണ്ട്. ഏകദേശം ഒരു 10 കാർഡ്സിൽ കൂടുതൽ കാർഡ്സ് തന്നെ ഉണ്ട്. പക്ഷേ നമുക്ക് അങ്ങനെയല്ല, നമുക്ക് എല്ലാ കാർഡ്സും ഉണ്ടെങ്കിലും യൂണിവേഴ്സായിട്ട് നമുക്കൊരു കാർഡ്സ് തരും. ആ ഒരു കാർഡും നമ്മളുമായിട്ടൊരു ഓറ കണക്ഷനുണ്ട് എങ്കിൽ മാത്രമായിരിക്കും നമ്മൾ ചോദിക്കുന്ന കറക്റ്റ് ആൻസർ ആ കാർഡിന് തരാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പം എല്ലാ കാർഡ്സിലും നമുക്ക് അത്രയും ഓറ കണക്ഷൻ ഉണ്ടായിരിക്കത്തില്ല. ചില കാർഡ്സിലേക്ക് മാത്രമായിരിക്കും നമുക്ക് അത്രത്തോളം ഓറ കണക്ഷൻ ഉണ്ടായിരിക്കുക. ഓക്കെ, അപ്പം അതുകൊണ്ടാണ്, അല്ലെങ്കിൽ എൻ്റെ കയ്യിലുള്ള എല്ലാ കാർഡ്സും എടുത്ത് ഞാൻ റീഡിങ് ചെയ്യും. പക്ഷേ എനിക്ക് കൂടുതലും ഓറ കണക്ഷൻ കിട്ടുന്ന കാർഡ്സാണ് ഞാൻ റീഡിങ്ങിൽ കൂടുതൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം എല്ലാവർക്കും നന്ദി. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.